ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് സെറ്റ് ക്ലിയർ എന്നതിനെക്കുറിച്ചാണ്. നമ്മളൊരു സെറ്റിനുള്ളിൽ കുറച്ച് ഡാറ്റകൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതെങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. സെറ്റ് ക്ലിയർ മെത്തേഡ് ഉപയോഗിക്കുന്നത് നമുക്ക് റിമൂവ് ആൾ എലമെൻറ്റ് ഫ്രം എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റ്. സെറ്റ് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഡാറ്റകളാണ് ഉള്ളത് അത് മുഴുവനായിട്ടും ഒന്നുപോലും ഒഴിവാക്കാതെ അത് മുഴുവനായിട്ടും ക്ലിയർ ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സെറ്റ് ക്ലിയർ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന് ഉപയോഗിക്കുന്ന സിൻടാക്സ് എങ്ങനെയെന്ന് വെച്ചാൽ സെറ്റ് ഒബ്ജക്റ്റ്, അത് നമ്മൾ ഈ സെറ്റിന് കൊടുക്കുന്ന പേരാണ് ഡോട്ട് ക്ലിയർ. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഡാറ്റകളാണോ വരുന്നത് അത് മുഴുവൻ നമുക്ക് ക്ലിയർ ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ എങ്ങനെ സെറ്റ് ക്ലിയർ ഉപയോഗിക്കാമെന്നും അത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു പ്രോഗ്രാം എങ്ങനെ ചെയ്യുക എന്നും നോക്കാം. ഓക്കെ, അപ്പോൾ അത് സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ മുമ്പുണ്ടായിരുന്നതെല്ലാം നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇവിടെ വന്ന് HTML എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ വാർ സെറ്റ്, അപ്പോൾ സെറ്റിൻ്റെ അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് വാർ സെറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതായത് നമ്മളെ സെറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് സെറ്റാണ്, ഈക്വൽ ടു ന്യൂ സെറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ആഡ് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ സെറ്റിലേക്ക് കുറച്ച് ഡാറ്റകൾ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ സെറ്റ് ഡോട്ട് ആഡ് എന്നിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുക്കുന്നത് HTML എന്നാണ്. ഇതേപോലെ തന്നെ നമ്മളൊരു 3 ഡാറ്റാസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തതിൽ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് CSS ആണ്. മൂന്നാമത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്, JS എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഈ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ സൈസ് എത്ര ഡാറ്റാസ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമ്പർ ഓഫ് വാല്യൂ എന്ന് ചേർത്ത് കൊടുത്തു. നമ്പർ ഓഫ് വാല്യൂ എന്നിട്ട് ഇവിടെ വന്ന് ഒരു പ്ലസ് ഇട്ടതിന് ശേഷം നമ്മൾ സെറ്റിൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഓക്കെ, സെറ്റ് ഡോട്ട് ലെങ്ത്ത്, അതിലെത്ര വലിപ്പം അതിലെത്ര വാല്യൂ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്ന് സെറ്റ് സൈസ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ സെറ്റ് സൈസ് എന്നിട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പുതിയൊരു ലൈന് വരാൻ വേണ്ടി ഇവിടെ വന്ന് BR എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ ലൈൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാണോ നമ്മളെ സെറ്റിൻ്റെ ഉള്ളിൽ ഡാറ്റാസിൻ്റെ എണ്ണം അത് നമുക്ക് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വരും. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ സെറ്റ് എന്നുള്ളത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് സെറ്റ് എന്നിട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് ക്ലിയർ എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് എത്ര ഡാറ്റാസ് ഉണ്ട് എന്നാണ് നമുക്ക് രണ്ടാമത്തെ ലൈനിലായിട്ട് പ്രിൻറ്റ് ചെയ്യുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊരു ലൈവ് സെർവർ വെച്ചിട്ടൊന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ലൈവ് സെർവറിൽ റൺ ചെയ്യിപ്പിക്കാൻ നമ്മളിവിടെ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ലൈവ് സെർവറിലായിട്ട് റൺ ചെയ്ത് വരും. ഓക്കെ, ഈ പ്രോഗ്രാമിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ സൈസ് എന്നിട്ടതിന് ശേഷം നമ്മളിതുപോലെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കേണ്ട, ജസ്റ്റ് സൈസ് എന്ന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിത് വീണ്ടും ഒന്നുകൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ റൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്കിതിൽ നമ്പർ ഓഫ് വാല്യൂ എത്ര വാല്യൂ ഉണ്ടെന്ന് നമുക്കിവിടെ കാണിച്ചു തരും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ 3 വാല്യൂ ഉണ്ട് എന്നാണ് കാണിച്ചു തരുന്നത്. അതിനുശേഷം നമ്പർ ഓഫ് വാല്യൂ ഇൻ ക്ലിയർ, നമ്മൾ ഈ ക്ലിയർ എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എത്ര വാല്യൂ ഉണ്ട് എന്നാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ക്ലിയർ ചെയ്തതിന് ശേഷമാണെങ്കിൽ നമുക്കിവിടെ എന്താണ് 0 എന്നാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. ഇതന്നെ നമുക്ക് മറ്റൊരു മെത്തേഡ് കൂടി വെച്ച് നോക്കാം. സെറ്റ് ഹാസ് എന്നൊരു മെത്തേഡ് കൂടി നമുക്കിതിൽ നോക്കാം. സെറ്റ് ഹാസ് എന്ന് ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ നമുക്കിതിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് ചെക്ക് എന്നിട്ടതിന് ശേഷം ചെക്ക് നമുക്കത് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മളെ സെറ്റിൻ്റെ പേര് സെറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഹാസ് എന്ന് ചേർത്ത് കൊടുക്കുക. ഹാസ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഏതാണോ നമുക്കിതിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്യാം. നമുക്കിവിടെ വന്ന് CSS എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതേ ലൈൻ തന്നെ ഇതിൻ്റെ രണ്ടാമത് ക്ലിയർ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ലൈൻ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ലൈൻ ഞാൻ കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ നേരെ താഴെയും ഞാൻ അതന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് റൺ ചെയ്യിപ്പിക്കുമ്പോൾ ആദ്യത്തിൽ നമുക്ക് ട്രൂവും രണ്ടാമത്തിൽ നമുക്ക് ഫാൾസ് എന്നാണ് വരുന്നത്. അതായത് സെറ്റ് ഹാസ് എന്ന് ഉപയോഗിക്കുന്നത് ഈ
ആഡിൻ്റെ ഉള്ളിൽ സെറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ CSS എന്ന ടെക്സ്റ്റ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ലൈന് ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ആ വാല്യൂ ഉണ്ടെന്ന്, അതുകൊണ്ട് നമുക്കിവിടെ ട്രൂ എന്ന് പ്രിൻറ്റ് ചെയ്ത് വരുന്നു. എന്നാൽ രണ്ടാമത്തെ ലൈന് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ സെറ്റ് ക്ലിയർ ഉപയോഗിച്ചത് കൊണ്ട് അതിൻ്റെ ഉള്ളിലത്തെ ഡാറ്റാസ് മുഴുവൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഡാറ്റാസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണമെന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.